ഹലോ എവ്രിവൺ, ഇന്ന് എന്നോടൊപ്പം ഉള്ളത് റോഷൻ രാജു ആണ്. അപ്പോൾ റോഷന് ഈ വർഷത്തെ 2026 ജെഇ മെയിൻ ഫസ്റ്റ് സെഷൻ എഴുതിയ ഒരു വിദ്യാർത്ഥിയാണ്. എഴുതിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് നല്ലൊരു പെർസെന്റേജ് സ്കോർ ആണ് ഇന്ന് നേടാൻ സാധിച്ചത്. സോ ആ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ റോഷന്റെ അടുത്ത് വന്നെത്തിയത്. അത് മാത്രമല്ല, റോഷന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. തൊട്ടതെല്ലാം പൊന്നാക്കി എന്ന് പറഞ്ഞ പോലെ ഇതിലും കുറേ എക്സാംസ് എഴുതിയിട്ടുണ്ട്. അതിലെല്ലാം ആള് നല്ല റാങ്ക് മേടിച്ച് നല്ല സ്കോർ നേടിയ ഒരാളും കൂടിയാണ്. അപ്പോൾ നമുക്ക് റോഷന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ആദ്യം തന്നെ ഹായ് റോഷൻ, കൺഗ്രാറ്റുലേഷൻസ്. എന്തിനാ തന്നെന്നറിയാലോ? എന്തിനാ? ജെഇ മെയിൻ അത് തന്നെയാണല്ലോ വിശേഷം. യെസ്, ജെഇ മെയിൻ ഫസ്റ്റ് സെഷന് നല്ലൊരു പെർസെന്റേജ് സ്കോർ കിട്ടിയല്ലേ? ഓക്കെ, എന്ത് തോന്നുന്നു? ഇപ്പൊ റിസൾട്ട് അറിഞ്ഞു, റിസൾട്ട് ആ ഒരു എന്താ പറയുന്നത്, പെർസെന്റേജ് സ്കോറിന്റെ ഒരു ഫൈനൽ വന്നു കഴിഞ്ഞപ്പോഴത്തെ ഒരു ഫീലിംഗ് എന്താണ്? കഷ്ടപ്പെട്ടതിന്റെ ഫലം കിട്ടി. യെസ്, പാരന്റ്സിന്റെ റിയാക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? ആദ്യം ഇത്ര പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, എത്രയും പെർസെന്റേജ് കിട്ടും, എത്ര എത്തുമെന്നൊക്കെ. പിന്നെ ഇപ്പൊ വിചാരിച്ചൊക്കെ നല്ല പേഴ്സണലി കൂലി കിട്ടി. അപ്പൊ എന്തായാലും ഹാപ്പി എല്ലാവരും, ഫാമിലി എല്ലാവരും ഹാപ്പിയാ, ഫ്രണ്ട്സും ഒക്കെ അറിഞ്ഞ് ഇപ്പൊ എല്ലാവരും കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞു. ഓക്കെ, മോൻ എങ്ങനെയാ പണ്ട് തൊട്ടേ ഇതുപോലെ പഠിക്കുന്ന അങ്ങനെ ഒരു ടൈപ്പ് ആയിരുന്നോ? മോന്റെ ഒരു സ്റ്റഡീസിന്റെ ഒരു ജേർണി എങ്ങനെയായിരുന്നു? 10 വരെ ഇപ്പൊ എല്ലാവരും പഠിക്കണ പോലെയൊക്കെ തന്നെ ഞാൻ പോയി. പിന്നെ പ്ലസ് 10ലെ ബ്രില്യനെ പറ്റി അറിഞ്ഞു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ബ്രില്യൻ്റിൽ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനും അവരെ പോലെ തന്നെ ലൈക്ക് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് ബ്രില്യൻ്റ് സ്ക്രീൻ ടെസ്റ്റ് എഴുതി കയറി വന്ന്. അപ്പോൾ പിന്നെ ഇവിടെ മാന്നാനം സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. പിന്നെ ഇവിടെ കയറി ഇവിടെ ഹോസ്റ്റലാണ്. പിന്നെ ഇവിടെ കയറി അഡ്മിഷൻ എടുത്തു, വിശേഷം കണ്ടു. പിന്നെ ഹോസ്റ്റലിൽ കയറി ഇപ്പം ആദ്യം എന്താ എല്ലാവരും ഭയങ്കര പഠിപ്പിക്കലാണല്ലോ. ഒരു മനസ്സിലായതല്ലേ, ഭയങ്കര ടെൻഷനായി. പിന്നെ വീടിന്നൊക്കെ മാറി വെക്കുമ്പോൾ ഇച്ചിരി വിഷമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പഠിക്കണ കണ്ടപ്പോ നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്യാണല്ലോ ബേസിക്കലി. അപ്പൊ എല്ലാവരും പഠിക്കണ പോലെ തന്നെ കോപ്പി അടിച്ച് എങ്ങനെ പഠിക്കണം, എന്തൊക്കെ ചെയ്തു അതൊക്കെ തന്നെ ചെയ്ത് പോയി. കോപ്പി അടിക്കാൻ പോയി അതിന്റെ ഇടയില്? കോപ്പിയല്ല, പഠിക്കുന്നത് കണ്ട് കോപ്പി അടിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെ പറയും. എങ്ങനെയാ പഠിക്കേണ്ടതെന്ന് ഇവിടെ ഓക്കെ. അപ്പൊ ബേസിക്കലി ബാക്കിയുള്ളവരിരുന്ന് പഠിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഒരു ഇന്നർ മോട്ടിവേഷൻ വന്നു, ഇങ്ങനെ ഇരുന്നാ ശരിയാവില്ല, നന്നായിട്ട് പഠിക്കണം എന്നുള്ളത് മനസ്സിലായില്ലേ? ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് എന്താ പറയാ, ജെഇ നമുക്ക് 10 ജെഇ എത്ര ഡിഫിക്കൽട്ടി ആയിരിക്കോ, ചുമ്മാ പോയതേ കിട്ടോ, അത് അത്ര കഷ്ടപ്പെട്ടിട്ട് കിട്ടത്തോളം ഒരു മാഗ്നിറ്റ്യൂഡ് അറിയത്തില്ലല്ലോ. ഇവിടെ വന്നപ്പോഴേ കുറെ ആൾക്കാർ കഷ്ടപ്പെട്ട് പഠിക്കണപ്പോ ഞാനും വിചാരിച്ചോ ഇത്രയും ചെയ്താലേ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മളെ തന്നെ ലൈക്ക് ഫയർ അപ്പ് ചെയ്യണം, എന്നാലേ കിട്ടത്തുള്ളൂ എന്ന് വിചാരിച്ച് പ്ലസ് 1 തൊട്ട് മര്യാദയ്ക്ക് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ചു കയറി വന്നു. ഒരു 1.5 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച്, അതായിരുന്നു 1.5 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയ ഒരു വിജയമാണ് ഇത് അല്ലേ? യെസ്. അപ്പം ബേസിക്കലി ഹോസ്റ്റലർ ആണെന്ന് പറഞ്ഞു. നാട് എവിടെയാ മോനെ? എന്റെ വീട് അങ്കമാലിയിലാണ്. ഓക്കെ, അപ്പൊ വീട്ടിലായിരിക്കാല്ലേ? വീട്ടില് എന്റെ അച്ഛൻ രാജു, എന്റെ അച്ഛൻ എന്റെ കാക്കനാട് വർക്ക് ചെയ്യുന്നത്. അച്ഛന്റെ പേര് രാജു. ഓക്കെ. പിന്നെ അമ്മ ജാസ്മിൻ. എന്റെ അമ്മ ആലുവയില് ഗവൺമെന്റ് സ്കൂളില് പഠിപ്പിക്കാണ്. പ്ലസ് 2 ആണ്. സിബ്ലിങ്സ് ഉണ്ടോ? എനിക്കൊരു അനിയനുണ്ട്. ഞാൻ 10 പഠിച്ച റോഹൻ. ഞാൻ 10 പഠിച്ച സെയിം സ്കൂളിൽ തന്നെ അവിടെ അങ്കമാലി തന്നെ. ഓക്കെ. അപ്പം റോഹൻ എങ്ങനെയാ ചേട്ടനെ പോലെ ഇപ്പൊ ഇതുപോലത്തെ ജെഇ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഫീൽഡാണോ റോഹൻ ഇപ്പൊ നോക്കുന്നേ? ഇല്ല, അവൻ ഇത് പ്ലസ് 2 കഴിഞ്ഞ് CA ഒക്കെ എഴുതാന്ന് ഉദ്ദേശിച്ചിരുന്നു. CA ആണ് താല്പര്യം. ഓക്കെ, അപ്പൊ വീട്ടിലൊരു എഞ്ചിനീയർ, ഒരു CA കാരൻ, അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും ഉണ്ട്. അമ്മ ടീച്ചർ, അങ്ങനെ എല്ലാ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് അല്ലേ? യെസ്, വെരി ഗുഡ്. അപ്പോൾ മോൻ്റെ ഈ ഒരു പ്രിപ്പറേഷൻ ഒക്കെ ഏത് രീതിയിലായിരുന്നു മോനെ? നമ്മുടെ ഒരു കെഇ മാന്നാനം സ്കൂളിന്റെ സപ്പോർട്ടും ബ്രില്യൻ്റെ സപ്പോർട്ടോടും കൂടിയൊക്കെയാണ് മോന് ബോർഡ് എക്സാമിനും അറ്റ് ദ സെയിം ടൈം ഈ ഒരു എന്താ പറയുക ജെഇ മെയിൻ്റെ ഒരു പ്രിപ്പറേഷനൊക്കെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റിയത് അല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു ഈ രണ്ടൊരു ഇൻസ്റ്റിറ്റ്യൂഷനും മോൻ്റെ ഈ ഒരു പഠനത്തിൽ സഹായിച്ചിരിക്കുന്നത്? ഞാൻ ബേസിക്കലി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു സ്കൂളും ബ്രില്യൻറ്റും രണ്ടും കൂടി എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള ടെൻഷനിലായിരുന്നു. കൺഫ്യൂഷൻ അന്ന് മോനും ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. ഇവിടെ വന്നപ്പോൾ പിന്നെ ഈ സ്കൂളിൽ ഉള്ള ക്ലാസ്സസ് നടക്കും, ബ്രില്യൻറ്റും നടക്കും, ഒരുമിച്ച് നടക്കും. പിന്നെ സ്കൂളിലെ ക്ലാസ്സസ് അവർ മാക്സിമം എന്താ പറയുക ചുരുക്കും.
ലൈക്ക് ബില്ലിന് കുറച്ചും കൂടി സമയം കിട്ടാൻ വേണ്ടിയിട്ട്. സ്കൂളിലെ ക്ലാസ്സസ് കുറച്ച് അങ്ങനെ സ്കൂളിൽ കുറേ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം കുറേ സ്റ്റഡി ലീവ്സ് വന്നിട്ടുണ്ട് ബില്ലിന് വേണ്ടിയിട്ട്, ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ കുറേ സ്കൂളുകാരുടെ ലൈക്ക് സൈഡിൽ നിന്ന് കുറേ ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കാരണമാണ് ഇത്രയും വേഗം സിലബസൊക്കെ തീർത്ത് വേഗം പഠിക്കാനൊക്കെ സമയം കിട്ടിയത്. പിന്നെ സ്കൂളിൽ പിന്നെ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് തന്നെ കുറേ ടീച്ചേഴ്സും ഞങ്ങൾക്ക് കുറേ പറഞ്ഞൊക്കെ തരുമായിരുന്നു. അതാണ് ബോർഡ് എക്സാമിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. നമുക്ക് +1ലും +2ലും ബോർഡ് എക്സാമിന് ബോർഡ് എക്സാമിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. കാരണം കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ കഴിഞ്ഞു. കുഴപ്പമൊന്നുമില്ല. എല്ലാ ടീച്ചർമാരും ഞങ്ങളെ നല്ലോണം സഹായിക്കും. നന്നായിട്ട് പുഷപ്പ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു നല്ല രീതിക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് അല്ലേ? ഞങ്ങളെല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കണേ. അതിനോട് അവരുടെ ഭാഗത്തുള്ള എല്ലാ ഹെൽപ്പും അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബിജു സാറും ഞങ്ങൾ കോർഡിനേറ്റർ ബിജു സാറൊക്കെ എപ്പോഴും ഞങ്ങൾ വന്നിട്ട് മോനെ എങ്ങനെയുണ്ട സുഖമൊക്കെ അല്ലേന്ന് ചോദിക്കും. അപ്പൊ ഒരു കംഫർട്ടിങ് ഒരു ലെവലായിരുന്നു. എന്തെങ്കിലും ഒരു സമയത്ത് മോൻ ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും ബെർലിനിലെ സ്റ്റാഫ് ആണെങ്കിലും അവർ വന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാൻ ആളുണ്ടായിരുന്നോ? എനിക്കിപ്പോ എക്സാം മാർക്കൊക്കെ ഫ്ലക്ച്വേറ്റ് വരാറുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതിന് ഞാൻ അങ്ങോട്ട് ചെന്നൊന്നും പറയാറില്ല. എൻ്റെ മാർക്ക് കാണുമ്പോൾ തന്നെ എസ്പെഷ്യലി ജോസഫ് സാർ, ഞങ്ങൾ ക്ലാസ് ടീച്ചർ, എൻ്റെ അടുത്ത് വന്നിട്ട് പറയും മോനെ കുഴപ്പമൊന്നുമില്ല, മാർക്ക് പ്രാവശ്യം കുറഞ്ഞിട്ടുള്ളൂ, അതൊക്കെ അടുത്ത പ്രാവശ്യം മേടിക്കാന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് തരും. അതൊക്കെ കാരണം ഈ 2 വർഷം ഇങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റി. പിന്നെ ഫ്രണ്ട്സും ഉണ്ട്, എൻ്റെ അടിപൊളി ഫ്രണ്ട്സ് എല്ലാവരും. ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതലേക്ക് എൻ്റെ കരിയറിനൊക്കെയും കൂടുതലേക്ക് എന്താ പറയാ നേടിയേക്കുന്നത് ഫ്രണ്ട്സാണ്. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന അത്ര കട്ടക്ക് നിന്ന ഫ്രണ്ട്സിന്റെ പേരൊക്കെ പറഞ്ഞേ? എനിക്ക് ഋഷികേഷ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ ഇവിടെ ജേക്കബ് എന്ന് പറഞ്ഞ ഫ്രണ്ട്, ഗൗരി ശങ്കർ, എല്ലാരും നല്ല സപ്പോർട്ടായിരുന്നു അല്ലേ? എല്ലാവരും ഭയങ്കര. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ആ രീതിയിൽ തന്നെ സ്റ്റഡീസ് ഇപ്പൊ നിങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് പഠിക്കാനും അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള നിങ്ങളൊരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിരുന്നു നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നത് അല്ലേ? അതെ, ഇത് ഞങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ ബേസിക്കലി ഇല്ല. ലൈക്ക് എന്ന് വെച്ചാൽ ആർക്ക് എന്തെങ്കിലും പുതിയതായിരുന്നു അപ്പൊ എല്ലാവരുടെ അടുത്തും പറയും. ഭയങ്കര സപ്പോർട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഈ പിയർ ഗ്രൂപ്പിന്റെ കാരണമാണ് പ്രോബബ്ലി ഇത് തന്നെയായിരിക്കും കാരണം ഇത്രയും കയറി വരാനല്ലേ? യെസ്. അപ്പൊ മോന് പറഞ്ഞു 10th തൊട്ടാണ് ബെർലിനിലെ കോച്ചിങ്ങിൽ വന്നത് അല്ലേ? 11th തൊട്ട്. ഓക്കെ. അപ്പൊ 11th എപ്പോ തൊട്ടാണ് ഓക്കെ എനിക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡ് നോക്കിയേക്കാം അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഒരു ടേസ്റ്റ് എന്നറിഞ്ഞ് ബെർലിനിലേക്ക് വന്നത് എപ്പോഴാണ്? ഐ മീൻ എന്താണ് മോന്റെ ആ ഒരു മോട്ടിവേഷൻ? 10th സ്ക്രീൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ലൈക്ക് IIT-ന്റെ ബാച്ചിനാണോ എയിംസിന്റെ ബാച്ചിനാണോ സ്ക്രീൻ ടെസ്റ്റ് ചോദിച്ചത്. അപ്പോൾ എനിക്ക് എന്തായാലും ബയോളജിക്ക് താല്പര്യമില്ല. എന്തായാലും ഒറ്റ ഓപ്ഷൻ IIT ആയിരുന്നു. അപ്പോൾ അതെടുത്ത് വന്ന് പിന്നെ അങ്ങ് സാധാരണ 2 വർഷം ഇങ്ങനെ പോയെന്ന് അറിയില്ല, അടച്ച് തുറന്ന് പോയി. പഠിത്തവും പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെയുള്ളതും പിന്നെ ഇവിടുത്തെ ആ ഒരു പോസിറ്റീവ് വൈബ് ഒക്കെ മോനെ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് എന്നാണല്ലോ അല്ലേ? അപ്പൊ ഇവിടം വരെ എത്തിയിൽ നല്ല ഹാപ്പിയാണ് അല്ലേ? യെസ്, വെരി ഗുഡ്. അപ്പൊ JEE ഫസ്റ്റ് സെഷൻ എക്സാം എഴുതിയപ്പോ മോൻ എന്താ ഫീൽ ചെയ്തത്? ആ ഫസ്റ്റ് സെഷൻ എക്സാം എഴുതി പുറത്ത് വന്നു കഴിഞ്ഞപ്പോ എന്തായിരുന്നു അന്നത്തെ ആ ഒരു മോൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഞാൻ ആക്ച്വലി ഒരു ടെൻഷനൊന്നും ഇല്ലാണ്ട് പോയി. ഇത്രയും മോഡൽ എക്സാം എഴുതിയതല്ലേ, അത്യാവശ്യം. പിന്നെ ബ്രില്യൻ്റ് കുറേ മോഡൽ ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചെയ്തു, അതും കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിരുന്നു. ടെൻഷൻ അടിക്കാൻ മാത്രമൊന്നും ഉണ്ടായില്ല. എക്സാമുകൾ കയറി പിന്നെ ദൈവത്തിന് എല്ലാം വിട്ടുകൊടുത്ത് കയറി എഴുതി. പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ഇച്ചിരി കൺഫ്യൂഷനായിരുന്നു. ലൈക്ക് നല്ലോണം എഴുതിയല്ലോ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ എനിക്ക് പിന്നെ എക്സാമിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ടെൻഷൻ വന്നിരുന്നു. അതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. മാനേജ് ചെയ്യാൻ പറ്റിയല്ലോ, അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇത്ര നല്ല സ്കോർ കിട്ടിയത് അല്ലേ? യെസ്. ഓക്കെ. ഏത് IIT അപ്പം മോന് താല്പര്യം? എനിക്ക് ഇന്ന IIT അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യും. അഡ്വാൻസിന് ടോപ്പ് IIT തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹമില്ലേ? ഓക്കെ. അപ്പൊ ഏത് ബ്രാഞ്ച് ആയിരിക്കും ചൂസ് ചെയ്യാൻ പോണേ? CS തന്നെയായിരിക്കും. ഓക്കെ. താല്പര്യം അതാണോ? ഓക്കെ. അപ്പൊ അതിലേക്ക് കറക്റ്റ് ആ ഒരു വിഷൻ ഉണ്ട്, CS ആണ്. ഇനിയിപ്പോ ഏത് ക്യാമ്പസും കൂടെ വേണമെന്നുള്ളത് ഇപ്പോഴും ഉറപ്പിച്ചോ? ഇനി ആ ഒരു എന്താ പറയാ അതിലേക്കുള്ള ഒരു പ്രയാണമാകട്ടെ ഇനി അല്ലേ? യെസ്. അപ്പൊ ഇനി സെക്കൻഡ് സെഷൻ എഴുതാൻ പോകുന്ന കുട്ടികളുണ്ട് റോഷൻ. അപ്പം
റോഷന്റെ ഒരു എക്സ്പീരിയൻസിൽ എന്തൊക്കെയാണ് സെക്കൻഡ് സെഷൻ എഴുതാൻ പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, അവർ എന്തൊക്കെ ചെയ്താലാണ് കുറച്ച് നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റുന്നതെന്നുള്ളതൊന്ന് അവർക്കൊന്ന് ഡിസ്കസ് ചെയ്യാവോ? പൊതുവേ ലൈക്ക് എല്ലാവരും പറയുന്നത് ഫസ്റ്റ് സെഷനൊക്കെ കൂടുതൽ പാടാണ് സെക്കൻഡ് സെഷൻ. പക്ഷെ പൊതുവെയുള്ള ട്രെൻഡ് അങ്ങനെയല്ല ആക്ച്വലി. പക്ഷെ എല്ലാവരും പറയുന്നത് പാടാന്നാണ്. പക്ഷെ പാട് ഇൻ ദ സെൻസ് പെർസെൻറ്റേജ് കിട്ടാൻ പാടായിരുന്നു. എക്സാം ഡിഫിക്കൽട്ടി അത്രയും പാടണമെന്ന് നിർബന്ധമില്ല. ഈ വർഷം സെഷൻ 1 അത്യാവശ്യം ലൈക്ക് ബാക്കി വർഷങ്ങൾ വെച്ച് പാടായിരുന്നു. ലൈക്ക് എന്താ പറയുക, പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ്ലി പാടായിരുന്നു. എല്ലാവർക്കും ഡിസ്കസ് ചെയ്ത് സ്റ്റുഡൻസിന്റെ അടുത്താണെങ്കിലും നമ്മളൊക്കെയാണല്ലോ ഡിസ്കസ് ചെയ്തപ്പോൾ അത് പറഞ്ഞു ട്രെൻഡ് ചേഞ്ച് ഉണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാളും ഒരു ചെറിയൊരു ചേഞ്ച് ഒക്കെ എല്ലാ സബ്ജക്റ്റിലും കാണുന്നുണ്ടെന്നല്ലോ അല്ലേ? അത് ഞാൻ ബേസിക്കലി അത് എക്സ്പെക്ട് ചെയ്തിട്ടാ പോയെ. പിന്നെ ബ്രില്യന്റ് ഇത്രയും മോഡൽ എക്സാം നടത്തിയതല്ലേ, ഇതിന് എല്ലാ മോഡൽ എക്സാമും സെയിം ലെവലൊന്നും അല്ല. നല്ല എളുപ്പമുള്ളതാണ്, നല്ല പാടുള്ളതാണ്. ഇതൊക്കെ കാരണം എന്ത് വന്നാലും റെഡി ആയാൽ എഴുതാൻ വേണ്ടിയുള്ള ഒരു കോൺഫിഡൻസ് തന്നിട്ട എക്സാമുകൾ കയറി. അപ്പൊ എൻ്റെ എക്സാം അത്യാവശ്യം പാടായിരുന്നു എന്നാണ് ഒപ്പീനിയൻ. അതാണ് ഞാൻ നല്ലപോലെ എഴുതി, എനിക്ക് മനസ്സിലായിരുന്നു പാടായിരുന്നു. അതുപോലെ എഴുതി അറ്റംപ്റ്റ് ചെയ്തു, പിന്നെ കിട്ടി. അപ്പൊ സെഷൻ 2 എഴുതുന്നവര് സെഷൻ 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കണം. അത് ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം, ആ 10 എണ്ണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ വർഷത്തൊക്കെ ചെയ്യണം. ഓക്കെ. അപ്പോൾ റോഷൻ, ഈ ഒരു പഠനത്തിന്റെ സമയത്താണെങ്കിലും +2ന്റെ ബോർഡ് എക്സാമിലുപരി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ടൈപ്പിലുള്ള എക്സാം ആയിരുന്നു നമ്മുടെ ഈ ഒരു എഞ്ചിനീയറിംഗിന്റെ JEE എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് രീതിയിലുള്ള പഠിത്തമൊക്കെയാണ് മോനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് ഇത്രയും നല്ല സ്കോറിലേക്ക് എത്തിക്കാൻ? ഏതാണ് മോനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം? എന്നെ ഈ ഒരു വഴിയിലൂടെയാണ്, ഈ വഴിയിലൂടെ പഠിച്ചുകൊണ്ടാണ് എനിക്ക് എത്താൻ സാധിച്ചതെന്ന് എന്താ മോനെ തോന്നുന്നു? ഇത് നമുക്ക് ലൈക്ക് ആദ്യം തോന്നും 1.5 വർഷം, എനിക്ക് 2 വർഷം, +1 തുടങ്ങുമ്പോൾ 2 വർഷം ഇല്ലേ, അപ്പോൾ എന്തെങ്കിലും പയ്യെ പഠിക്കാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെ പോയവർ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ആദ്യമൊക്കെ നല്ലോണം എന്താ പറയുക, ചുമ്മാ സമയം കളഞ്ഞ് നടന്ന്. അത് ആക്ച്വലി ഫോൾസാണ്. നമ്മൾ ആദ്യം തൊട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്താൽ ഏറ്റവും അവസാനം വരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിർത്തും. ഇവിടെ ആദ്യം നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ട് പിന്നെ ഏറ്റവും അവസാനം താഴെ വീണ് പോയവരും ഉണ്ട്. ലൈക്ക് കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ആദ്യം തൊട്ട് തന്നെ ബ്രില്യന്റിന് സെയിം പാറ്റേൺ ആണ്. ഇത് ചാപ്റ്റേഴ്സ് എടുക്കും, പിന്നെ അതിന് യൂണിറ്റ് എക്സാംസ് ആണ്, പിന്നെ ഒരു 5-6 ചാപ്റ്റേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ എല്ലാ യൂണിറ്റ്സും കൂടി കൂട്ടിയിട്ട് ഒരു മോഡൽ എക്സാം കാണും. ആ മോഡൽ എക്സാമിന് വേണ്ടി നമ്മൾ വീണ്ടും പഠിക്കും. അപ്പോൾ പണ്ട് പഠിച്ച ചാപ്റ്റേഴ്സ് എന്തെങ്കിലും ഓർമ്മ കാണത്തില്ല, അപ്പോൾ ഒന്നുകൂടി പഠിക്കും, റിവിഷൻ ബേസിക്കലി. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാത്തിൻ്റെ ക്യൂമുലേറ്റീവ് മോഡലാണ്. എന്ന് വെച്ചാൽ എല്ലാ മോഡൽസിനെയും കുറേയും ഒരു 10-15 ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഒരു ക്യൂമുലേറ്റീവ് മോഡലാണ്. അപ്പോൾ അതിനൊന്നുകൂടിയും പഠിക്കും. അങ്ങനെ ഒരു 15 ക്യൂമുലേറ്റീവ് മോഡൽസ് എഴുതിയതാണ് എൻ്റെ ഓർമ്മ. ഇത്ര എഴുതിയിട്ടുണ്ടാവും. അതെല്ലാം കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് പ്രൊമോഷൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു +1 ബേസ്. അപ്പോൾ +1 മൊത്തം സിലബസ് എഴുതിയിട്ടുള്ള എക്സാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രില്യൻ്റ് സാറന്മാർ എല്ലാവരും അടിപൊളിയായിട്ടാണ്. എല്ലാ പ്രൊഫസേഴ്സും എനിക്ക് ഓരോ ചാപ്റ്റർ എടുക്കുന്ന ഓരോ പ്രൊഫസേഴ്സാണ്. എല്ലാവരും അടിപൊളിയാണ്. ഭയങ്കര ക്ലാസ്സിലൊക്കെ ഭയങ്കര എൻഗേജിങ്, ഫൺ, തമാശയൊക്കെ പറയും. അത് കാരണം ഒരു ക്ലാസ് ഞങ്ങൾക്ക് 2 മണിക്കൂറാണ് ഒരു ക്ലാസ്. അപ്പം ഈ 2 മണിക്കൂർ 10ലൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂറൊക്കെ ആയിരുന്നു. എന്തായാലും ഇത് 2 മണിക്കൂർ ഞങ്ങൾ കണ്ണടച്ച് തുറക്കുമ്പോൾ തീരും. അത് എന്തായാലും പ്രൊഫസേഴ്സിന്റെ കഴിവ് തന്നെയാണ്. ഇത്രയും കുട്ടികളെ ഈ 2 മണിക്കൂർ എൻഗേജ് ചെയ്ത് എത്തിപ്പിക്കുക. പിന്നെ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി. 10ാം ക്ലാസ് പോലെ അല്ല +1 +2ന്റെ സിലബസ്. അപ്പോൾ +1 +2 കുറച്ചുകൂടി ലൈക്ക് റിയൽ ലൈഫിനോട് ബന്ധമുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. അപ്പോൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്പൊ ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇപ്പൊ അതാ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇനി JEE അഡ്വാൻസ് അപ്പിയർ ചെയ്യുന്നുണ്ടാവല്ലോ അല്ലേ? അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെ പോകുന്നു റോഷൻ? അത് JEE മെയിൻസ് കഴിഞ്ഞ ദിവസം തൊട്ട് തന്നെ പഠിക്കാൻ തുടങ്ങിയത്. കാരണം JEE മെയിൻസ് കഴിഞ്ഞിട്ട് ഇനി അതിനെ പറ്റി ഓർത്തിട്ട് കാര്യമൊന്നുമില്ല. JEE അഡ്വാൻസിന് പഠിക്കാന്ന് വെച്ചു. അങ്ങനെ പഠിച്ചിപ്പോൾ ഞങ്ങൾക്ക് എക്സാംസ് നടക്കുന്നുണ്ട്. JEE അഡ്വാൻസിന്റെ മോഡൽ എക്സാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതുന്നുണ്ട്. സ്ട്രോങ് ആയിട്ട് തന്നെ അതിന്റെ പ്രിപ്പറേഷനും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? യെസ്. മെയിൻസിന് പഠിച്ച തന്നെ പിന്നെ കുറച്ചുകൂടി ഹയർ ലെവലിൽ പഠിക്കുന്ന തോന്നിയ ചാപ്റ്റേഴ്സൊക്കെ ഒന്നുകൂടി എടുത്ത് പഠിക്കുന്നുണ്ട്. പിന്നെ ഡിലേറ്റഡ് ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. അഡ്വാൻസ് മെയിൻസിന് ഡിലേറ്റഡ് വെച്ച് അഡ്വാൻസ് ആണ്. അതിൻ്റെ ഒക്കെ സാറുമാർ ക്ലാസ് എടുത്ത് ഓൺലൈനിൽ ഞങ്ങൾ ഇ ലേണിംഗ് ആപ്പ് ഉണ്ട്, അതിനകത്ത് ഇട്ട് തന്നിരുന്നു. ഞങ്ങൾ അതെടുത്ത് കാണും. അതിൻ്റെ
ബാക്കി പഠിക്കും, എക്സാം എഴുതും, അങ്ങനെ അങ്ങനെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നല്ല രീതിയിൽ തന്നെ ജെ അഡ്വാൻസിന്റെ പ്രിപ്പറേഷൻ റോഷന്റെ നടക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ജെ അഡ്വാൻസിന്റെ റാങ്ക് വന്നിട്ട് നമ്മൾ റോഷനെ ഇന്റർവ്യൂ ചെയ്യുന്നതായിരിക്കും. സോ കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ മോൻ, ആഗ്രഹിച്ച പോലെ തന്നെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തട്ടെ. ആൻഡ് അവിടെ നല്ല CS പഠിച്ച് നല്ലൊരു വലിയ നിലയിൽ എത്തട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.